ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളം ഒന്നാമത്തെ പാഠം ചിറകു വിരിച്ച് അതിൽ വരുന്ന ഒരു ഭാഗമാണ് വട്ടത്തിൽ ചവിട്ടുമ്പോൾ സൈക്കിളു ചവിട്ടാൻ. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോ ക്ലാസ് തുടങ്ങിയാലോ? കുട്ടി യാത്രയ്ക്കൊരുങ്ങുകയാണ്. നമുക്ക് ചിത്രത്തിൽ കാണാമല്ലേ സൈക്കിളിൽ ഒരു കുട്ടി യാത്രയ്ക്കൊരുങ്ങാൻ നിൽക്കുന്നത്. എവിടേക്കാണ് യാത്ര? നമുക്ക് നോക്കണം. വട്ടത്തിൽ ചവിട്ടുന്നത് എന്തിനെയാണ്? സൈക്കിളിനെ അല്ലേ. സൈക്കിള് ചവിട്ടാൻ ഇത് ആരെഴുതിയതാണ്? പി രാമചന്ദ്രൻ. അവിടെ ഒരു ചിത്രം നൽകിയിട്ടില്ലേ സൈക്കിളിൽ ഒരു കുട്ടി ഇരിക്കുന്നത്? അത് വരച്ചത് ബാബുരാജനാണ്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ്. ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് പി രാമചന്ദ്രന്റെ സൈക്കിള് ചവിട്ടാൻ എന്ന കവിത. ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൈക്കിളു ചേട്ടന്റെ സൈക്കിളിൽ. മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത്. മൈക്കിളു ചേട്ടന്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിളു ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു. പക്ഷേ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിളു ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അപ്പോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കവിത പി രാമചന്ദ്രന്റെ കവിതയാണ് സൈക്കിള് ചവിട്ടാൻ എന്ന കവിത. അതിലെ കുട്ടി എവിടേക്കാണ് പോകുന്നത്? ചന്ദ്രനിലേക്ക്. എന്തിലാ? ആ സൈക്കിളിൽ. മൈക്കിള് ചേട്ടന്റെ കടയിൽ നിന്ന് വാടകയ്ക്ക് കിട്ടുന്ന സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോകാനാണ് കുട്ടി സൈക്കിൾ വാടകയ്ക്ക് എടുത്തത് അല്ലേ. ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പൊ അതുകൊണ്ടാണ് സൈക്കിൾ വാടകയ്ക്ക് എടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വാക്യം വായിച്ചു നോക്കാം. അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുമുള്ള മരതക പട്ടുടുത്ത ഭൂമി. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ? സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരാവും? അതെല്ലാം കവിതയിലുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നു. കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തൊരു ചന്തമാണെന്നോ. ആകാശയാത്രക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. ചാന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറായോ? എങ്കിൽ പുറപ്പെട്ടോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോകുന്ന കുട്ടിയോടൊപ്പം ആരാണ് തിരിച്ചു വരുന്നതെന്ന് നമുക്കറിയണ്ടേ. അപ്പൊ നമുക്ക് ആകാശയാത്രയുടെ ചിത്രങ്ങൾ കാണണം. അവിടെ കുട്ടി സൈക്കിളിൽ പോകുന്ന ഒരു ചിത്രം കണ്ടോ? നല്ല ഭംഗിയുള്ള ചിത്രമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. സൈക്കിളു ചവിട്ടാൻ. മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം. എങ്ങടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവ് കൊള്ളാൻ. ബെല്ലില്ല മോനെ, നാവുണ്ട് ചേട്ടാ. ബ്രേക്കില്ല മോനെ, കാലുണ്ട് ചേട്ടാ. ടയറില്ല മോനെ, ചിറകുണ്ട് ചേട്ടാ. എന്നാൽ എടുത്തോ, പോയി വരാം ട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി. ആഞ്ഞു കുതിച്ചപ്പോ തെങ്ങുമ്മ കേറി, അവിടന്നും ചവിട്ടി ആകാശം കേറി. അവിടൊരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? മൈക്കിളു ചേട്ടനോട് സൈക്കിൾ ചോദിച്ചപ്പോ എങ്ങോട്ട് പോണു മോനെന്ന് ചോദിച്ചു അല്ലേ. അപ്പോ കുട്ടി പറഞ്ഞു ചന്ദ്രനിലേക്കെന്ന്. എന്തിനാ പോണേന്ന് ചോദിച്ചപ്പോ നിലാവ് കൊള്ളാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ മൈക്കിളു ചേട്ടൻ ഉടനെ പറഞ്ഞു ആ സൈക്കിളിന് ബെല്ലില്ല. അപ്പൊ അവൻ പറഞ്ഞു നാവുണ്ട്, എനിക്ക് നാവുണ്ട്. ബ്രേക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാലുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. വീണ്ടും മൈക്കിളു ചേട്ടൻ പറഞ്ഞു ടയറില്ല മോനെ എന്ന്. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു? ആ കുട്ടി പറഞ്ഞു ചിറകുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. എന്നാൽ എടുത്തു എന്ന് മൈക്കിളു ചേട്ടൻ പറഞ്ഞു. അവൻ സൈക്കിളും എടുത്ത് വട്ടത്തിൽ ചവിട്ടിപ്പോയപ്പോൾ സൈക്കിൾ എങ്ങനെയാ പോയത്? നീളത്തിൽ പോയല്ലേ. ടാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി. ആഞ്ഞു കുതിച്ചു പോയപ്പോ തെങ്ങുമേ പോയി സൈക്കിള്. അവിടെ നിന്നും ചവിട്ടി അവൻ എന്ത് ചെയ്തു? ആകാശം കയറി. അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്. ആരാണ് ആ പയ്യനെന്ന് നമുക്കറിയണ്ടേ? നമുക്ക് ബാക്കി ഭാഗം വായിച്ചാലേ അതറിയാൻ പറ്റൂ. വായിക്കാം. എന്തട പയ്യൻ? പിടിവിട്ടു വീണു. പരിക്കെന്തു പറ്റി? കാലം നുളുക്കി. ഇനി എന്തു ചെയ്യും? എടുത്തിട്ടു പോണം. പിന്നിലിരുന്നോ? അങ്ങനെയാട്ടെ. എന്തട പേര്? ചന്ദ്രൻ എന്ന്. എവിടത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമി പോണം. എന്തിനു പോണം? സൈക്കിളു ചവിട്ടാൻ. പി രാമചന്ദ്രൻ എഴുതിയതാണല്ലേ. അപ്പോ എന്തട പയ്യൻ എന്താണ് പയ്യാന്ന് ചോദിച്ചു. അവിടെ കണ്ട പയ്യനോട് ചോദിച്ചപ്പോ പിടിവിട്ട് വീണതാണെന്നാണ് ആ പയ്യൻ പറഞ്ഞത്. പരിക്ക് പറ്റിയോ? കാലം നുളുക്കി എന്ന് ആ പയ്യൻ പറഞ്ഞു. ഇനി എന്തു ചെയ്യും? എടുത്തിട്ട് പോണോ എന്ന് പയ്യൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്തു? ആ പിന്നിലിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ആട്ടെ എന്നും പറഞ്ഞ് ആ കുട്ടി വന്ന് പിന്നിലിരുന്നു.
അങ്ങനെ ആകാശത്തിൽ നിന്ന് കിട്ടിയ ആ കുട്ടിയോട് എന്തടാ പേരെന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ എന്ത് പറഞ്ഞു? ചന്ദ്രൻ എന്ന്. അപ്പോൾ എന്ത് ചോദിച്ചു കുട്ടി? എവിടത്തെ ചന്ദ്രൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മാനത്തുള്ള ചന്ദ്രനാണെന്ന് പറഞ്ഞു. എന്നിട്ട് സൈക്കിൾ ചവിട്ടുന്ന കുട്ടി ചോദിച്ചു എവിടെ നിനക്ക് പോണം? അപ്പോ ചന്ദ്രൻ എന്ത് പറഞ്ഞു? എനിക്ക് ഭൂമിയിൽ പോണം. ചന്ദ്രൻ എന്താണ് പറഞ്ഞത്? എനിക്ക് ഭൂമിയിൽ പോണം. എന്തിനു പോണമെന്ന് കുട്ടി ചോദിച്ചപ്പോ ചന്ദ്രൻ എന്ത് പറഞ്ഞു? സൈക്കിള് ചവിട്ടാനെന്ന് പറഞ്ഞല്ലേ. സൈക്കിള് ചവിട്ടി യാത്ര ചെയ്യാനാണ് ചന്ദ്രൻ ഭൂമിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. നമുക്ക് പാഠഭാഗ ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. കവിത താളമിട്ട് ചൊല്ലൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും കവിത താളമിട്ട് ചൊല്ലണം. ചൊല്ലുമല്ലോ. രണ്ടാമത്തെ ചോദ്യം, നിലാവ് കൊള്ളാൻ ഭൂമിയിലിരുന്നാൽ പോരെ, പിന്നെ എന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്? എന്തുകൊണ്ടാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്? യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇതിലെ കുട്ടി. മറ്റെല്ലാവരെയും പോലെ തന്നെ ആകാശത്തിലേക്ക് ഉയർന്നു പറക്കുക എന്നത് ഈ കുട്ടിയുടെയും വലിയ സ്വപ്നമാണ്. ഭൂമിയെ മനോഹരിയാക്കുന്ന നിലാവിനെ കൊണ്ടുവരാൻ ആകാശത്തേക്ക് ഒരു യാത്ര പോവുക എന്നത് വളരെ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. അതിനാണ് അവൻ ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി കൊതിക്കുന്നത് എന്ന് എഴുതാം. അടുത്ത ചോദ്യം നോക്കിയേ. മൈക്കിൾ ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത? കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? താളത്തിൽ പറയൂ. മൈക്കിൾ ചേട്ടൻ ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞു നോക്കിയല്ലേ. അതാണ് നമ്മൾ കവിതയിൽ കണ്ടത്. അപ്പോൾ ഇനിയും എന്തൊക്കെ തടസ്സങ്ങൾ പറയാമെന്ന് നമുക്ക് എഴുതാം. സീറ്റില്ല മോനെ, നിന്ന് ചവിട്ടാം. വീഴില്ലേ മോനെ, ഇല്ലല്ലോ ചേട്ടാ. എനിക്കെന്തു നൽകും? മാനത്തെ അമ്പിളി. എങ്കിൽ നീ പൊയ്ക്കോ, വന്നിട്ടു കാണാം. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഇതേ താളത്തിൽ വരുന്ന ചോദ്യവും ഉത്തരവുമായിട്ടുള്ള തടസ്സങ്ങൾ എഴുതി താളത്തിൽ ചൊല്ലുമല്ലോ. കൂട്ടുകാരുമൊത്ത് താളത്തിൽ ചൊല്ലുക. അടുത്ത ചോദ്യം നോക്കാം. ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാവും? അപ്പോ അത് നമ്മൾ എഴുതണം. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതാവുന്നതാണ്. ഭൂമിയിലെത്തിയ ചന്ദ്രൻ കുന്നുകളും മലകളും തിരയൊടുങ്ങാത്ത കടലുകളും ആകാശം മുട്ടേ ഉയർന്നു നിൽക്കുന്ന മരങ്ങളും തെങ്ങുംതോപ്പുകളും കളകളം പാടുന്ന പുഴകളും കുളങ്ങളും തോടുകളും അരുവികളും അതിൽ തുള്ളിക്കളിക്കുന്ന മീനുകളും മൈതാനത്ത് ഓടിക്കളിക്കുന്ന കുട്ടികളും അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ സൈക്കിൾ സവാരിയിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് മാറ്റി എഴുതാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിന്റെ തന്നെ അടുത്ത ഭാഗവുമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.